സെക്കൻഡ് ഹാൻഡ് വണ്ടി പോലെ തന്നെ ഫ്രഷ് വണ്ടി എടുക്കുന്നവർ ഒരുപാട് ചതിയിൽ പെടുന്നുണ്ട്. വണ്ടിക്ക് സ്ക്രാച്ചുള്ള വാഹനങ്ങൾ ഡെലിവറി സമയത്ത് പെയിന്റ് അവരടിച്ചിട്ട് അവർക്ക് മനസ്സിലാവും ആ പെയിന്റ് റീപെയിന്റ് ചെയ്ത വാഹനമാണ് ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരാൾ കാറ് വാങ്ങാൻ പോകുമ്പോൾ, പുതിയ കാറ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും അല്ലേ, പുതിയൊരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും. പലർക്കും പല അബദ്ധങ്ങൾ പറ്റാറുണ്ട് പുതിയൊരു വാഹനം വാങ്ങിയിട്ട്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണെങ്കിലും പുതിയതാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകിച്ചിട്ട് കാറൊക്കെ കുറേ വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും, അവരുടെ ഒരു ഡ്രീം ആയിരിക്കും ഒരു വാഹനം വാങ്ങാന്ന്. അത് വാങ്ങാൻ പോയി പലപ്പോഴും ചതിക്കപ്പെടാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പറ്റിക്കപ്പെടാതിരിക്കാനും പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എ ടു സെഡ് കാര്യങ്ങളാണ് പറഞ്ഞുതരും ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കുക. ആ പ്ലാൻ ആക്കുമ്പം നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനം തന്നെയാണോ നിങ്ങൾ വാങ്ങാൻ പോകുന്നതെന്നുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ടാക്കുക. ചിലപ്പം കുറച്ച് ഓട്ടം ഉള്ളവരെ ഉണ്ടാവും. ദിവസം ഒരു 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്റർ ഓടുന്നവർക്കൊക്കെ ഇപ്പം വിപണിയിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. അതായത് ഇലക്ട്രിക് ഉണ്ട്, CNG ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്. നല്ല ഓട്ടം ഉള്ളവർ മാത്രമേ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയിട്ട് ഇപ്പം കാര്യമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 60 കിലോമീറ്ററെങ്കിലും ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്നവർക്ക് ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്നതായിരിക്കും അവർക്ക് അനുയോജ്യമായ വാഹനം. അതായത് ഇലക്ട്രിക് വാഹനത്തിന് നമുക്ക് താരതമ്യേന പെട്രോൾ വാഹനങ്ങളെ അനുസരിച്ചിട്ട് നോക്കുമ്പം നമുക്ക് വില കൂടുതലാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. അപ്പം നല്ല ഓട്ടം ഉള്ളവർക്ക് മാത്രമേ അത് ലാഭകരമാവുള്ളൂ ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ. ഒരു 60 കിലോമീറ്റർ ഡെയിലി. അതുപോലെ തന്നെ ഡീസൽ ഇപ്പം ഏകദേശം കാറുകളൊക്കെ എടുത്ത് കളയാൻ പോകുന്നെന്നുള്ളൊരു ഇതുണ്ട്, ന്യൂസ് ഉണ്ട്. അപ്പം ഡീസൽ വാങ്ങുന്നവരും അതുപോലെ ഓട്ടം ഉള്ളവരായിരിക്കണം. CNG ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഈ ഒരു 3 വാഹനം വാങ്ങുമ്പോൾ റീസെയിൽ മാർക്കറ്റ് വളരെ കുറവാണ്, പ്രത്യേകിച്ചിട്ട് ഇലക്ട്രിക്, CNG. ഇതിന് റീസെയിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് നല്ലൊരു ഓട്ടം ഉണ്ട്, ഇത്ര വർഷം കൊണ്ട് നിങ്ങൾ ഓടി മുതലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ഇലക്ട്രിക് 2 വീലറിൻ്റെ കാര്യമല്ല, 4 വീല്, അതായത് കാറുകളുടെ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഏതാണ് വാഹനം, നിങ്ങളൊരു ഫാമിലിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബാച്ചിലറാണ്, നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ, നിങ്ങൾ വാഹനം ഡെലിവറി ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഇതിൽ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്, കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. PDI അടക്കം ചെയ്യുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ ഷോറൂം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് യാർഡിൽ വാഹനം വന്നു കഴിഞ്ഞാൽ PDI ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ആക്കി, നിങ്ങളൊരു 4 പേരുള്ള ഒരു ഫാമിലിയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊരു ഓട്ടേ ഉള്ളൂ, നിങ്ങൾ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്രോൾ വാഹനം മതി. നിങ്ങളെ യൂസേജിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വാഹനങ്ങൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ നിങ്ങളൊരു പെട്രോൾ വാഹനം നിങ്ങൾക്ക് ഇനി ചൂസ് ചെയ്യേണ്ട ഏത് ബ്രാൻഡ് നോക്കണം. ഇപ്പം നേരത്തെയുള്ള ഒരുപാട് ബ്രാൻഡ് വാഹനങ്ങളുണ്ട്, കമ്പനി വാഹനങ്ങളുണ്ട്. ഹ്യുണ്ടായി ഉണ്ട്, മാരുതി സുസുക്കി ഉണ്ട്, ടാറ്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് നമുക്കിപ്പം വിപണിയിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതാണ് വേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലെത്താം, ഏത് ബ്രാൻഡ് വാഹനങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് SUV വേണോ അല്ലെങ്കിൽ സെഡാൻ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് SUV കുറച്ച് നിങ്ങളെ വീട്ടിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിലേക്കൊക്കെ പോകുന്ന ഏരിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾ സെഡാൻ വെഹിക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി തട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആര് പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ വാഹനം എടുക്കേണ്ടത്. നിങ്ങളൊരു പുതിയ വാഹനം അല്ല സെക്കൻഡ് ഹാൻഡ് വാഹനം, നിങ്ങൾക്കായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. പിന്നെ കുറച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ, വാഹനത്തിനെ കുറിച്ചിട്ടുള്ള അറിയുന്ന അഡ്വൈസൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായതാണ് നമ്മൾ പറഞ്ഞു തരിക. അപ്പം നിങ്ങൾ എവിടെയും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പലരും പല അഭിപ്രായങ്ങളും പറയും. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവണം. അങ്ങനെ നിങ്ങളൊരു SUV ഇന്ന ബ്രാൻഡ് വാഹനം ഇന്ന് നിങ്ങൾ പുതുതായിട്ട് വാഹനം എടുക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്തതായിട്ട് ഡീലറെയാണ് സമീപിക്കൽ. അതായത് ഇപ്പോൾ മാരുതി സുസുക്കി ആണെങ്കിൽ, മാരുതി സുസുക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരിക്കലും ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നില്ല.
പിന്നെ അതുപോലെ ഹുണ്ടായി ഡയറക്റ്റ് അല്ല, അത് ഡീലർമാരാണ് ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്നത് അപ്പോൾ കാറുകൾ. അപ്പോൾ ഡീലർമാർ അടുത്തെത്തുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സെയിൽസ്മാന്മാരുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പുതിയൊരു വാഹനം വരുമ്പം. അതായത് പുതിയൊരു വാഹനം നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിലും വേരിയന്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ, പല ഫീച്ചേഴ്സ് ഇപ്പം വരുന്ന വാഹനങ്ങളുണ്ട്. ഇപ്പൊ ബലേനോ തന്നെയാണെങ്കിൽ ബലേനോയിൽ ഒരു നാല് ടോപ്പ് എൻഡ് വേരിയന്റ് വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേരിയന്റ്, നിങ്ങൾക്ക് അധികം ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കുക, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുക സെയിൽസ്മാനോട്. എത്ര ടൈം എടുക്കും ചില വാഹനങ്ങൾക്കൊക്കെ 1 month 2 month ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വാഹനം കിട്ടാൻ വേണ്ടിയിട്ട്, ഡിമാൻഡില്ല വാഹനങ്ങളാണെങ്കിൽ. പിന്നെ പെട്ടെന്ന് കിട്ടുന്നതുമുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ പറയാ. പിന്നെ ഒരിക്കലും ലോണാണെങ്കിലും നിങ്ങൾ ഫുൾ ക്യാഷ് ആണെങ്കിലും പേയ്മെൻറ്റ് നിങ്ങൾ വണ്ടി ഡെലിവറി ആയി നിങ്ങൾ ചാവി വാങ്ങുന്ന ആ സമയത്തല്ലാണ്ട് ഫുൾ പേയ്മെൻറ്റ് ഒരിക്കലും ഡീലർമാർക്ക്, അതായത് സെയിൽസ് എക്സിക്യൂട്ടീവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പലരും ചതിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ യാർഡിൽ നിങ്ങൾ പോയി വാഹനം നോക്കില്ല. നിങ്ങൾ പറഞ്ഞ കളറായിരിക്കില്ല നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് കിട്ടുന്നത്, നിങ്ങൾ പറഞ്ഞ വേരിയൻ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് കിട്ടുന്ന വാഹനം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ലാസ്റ്റ് മാത്രമേ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം പലർക്കുമുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. വണ്ടിക്ക് സ്ക്രാച്ചുള്ള വാഹനങ്ങൾ ഡെലിവറി സമയത്ത് പെയിൻറ്റ് അവരടിച്ചിട്ട് അവർക്ക് മനസ്സിലാവും ആ പെയിൻറ്റ് റീപെയിൻറ്റ് ചെയ്ത വാഹനമാണ് ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും നമുക്ക് തന്നത്. അപ്പം ഇതിങ്ങനെയൊന്നും ചതിക്കപ്പെടാണ്ടിരിക്കാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ. അങ്ങനെ നിങ്ങൾ ഇന്ന വാഹനമാണ് ബുക്ക് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക, എത്ര ടൈം എടുക്കും. അതിനുശേഷം നിങ്ങൾ അവരോട് പറയാം. ഓരോരോ പ്രോസസ്സിംഗ് ആയിട്ട് അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോട് ചിലപ്പം പറയും നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ നിങ്ങൾ മുൻകൂട്ടി അടക്കേണ്ടി വരും, എന്നാൽ മാത്രമേ ഒരു ഡിമാൻഡില്ല വാഹനമായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു 30,000 രൂപയൊക്കെ അടക്കേണ്ടി വരും ചില സാഹചര്യത്തിൽ. ആ 30,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി നിങ്ങളെ യാർഡിലേക്ക് വരും. അതായത് ഒരു വാഹനം നിങ്ങളെ ഷോറൂമിൻ്റെ ഒരു യാർഡ് ഉണ്ടാവും. അവർ വണ്ടി കൊണ്ടുവന്ന് നമ്മളെ കണ്ടെയ്നറിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു യാർഡിൽ വലിയൊരു ഏരിയയിലായിരിക്കും വെക്കൽ. ഏകദേശം നിങ്ങളെ ഡെലിവറി പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ ഈ യാർഡിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡെലിവറിയിലെ ഡീലറുടെ അടുത്തേക്ക് വണ്ടി എത്തുന്നത്. അപ്പം നിങ്ങൾ അവരോട് പറയാം, യാർഡിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും വണ്ടി ഒന്ന് പോയിട്ട് കാണണം, PDI ചെയ്യണം എന്ന് പറയാം. അപ്പോൾ PDI എന്ന് പറഞ്ഞാൽ നിങ്ങളെ എഞ്ചിൻ നമ്പർ, പിന്നെ അതുപോലെ ചേസ് നമ്പർ, പിന്നെ മാനുഫാക്ചറിങ് ഇയർ, ടയറിൻ്റെത്, പിന്നെ ലൈറ്റ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഏത് വണ്ടിക്ക് എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ, യാർഡിലൊക്കെ ഇറക്കുമ്പോൾ വണ്ടിക്ക് സ്ക്രാച്ച് വരാനും അതുപോലെ തന്നെ റീപെയിൻ്റ് ആക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീലറോട്, സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറയാം. നിങ്ങൾക്ക് അതുപോലുള്ള സഹായം വേണമെങ്കിൽ ഞാനൊരു സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ യാർഡിൽ പോയിട്ട് വണ്ടി നോക്കി നിങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ആവും. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ അവർ ഒരു 5 ലക്ഷം ഉള്ള ഒരു 7 ലക്ഷം രൂപയുടെ ഓൺ റോഡ് പ്രൈസുള്ള ഒരു വാഹനമാണെങ്കിൽ ഒരു 2-3 ലക്ഷം ഇടാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ കണ്ടതിന് ശേഷമാണെങ്കിൽ ഒരു 2-3 ലക്ഷം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഫുൾ പേയ്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു 7 ലക്ഷം ഉണ്ടെങ്കിൽ പകുതി ഇട്ട് കൊടുക്കുക, പകുതി ഡെലിവറി സമയത്ത് തരും, വണ്ടി കണ്ട് ഡെലിവറി ആകുന്നതിന് സമയത്ത് തരും എന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അതൊക്കെ നിങ്ങളെ താല്പര്യമാണ്. അപ്പം നിങ്ങൾ ഡെലിവറി സമയത്തേക്ക് നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം നിങ്ങൾ ആ സമയത്ത് വണ്ടി നോക്കുക, ഒന്ന് ഇതേ വണ്ടി തന്നെയാണ്, യാർഡിലുണ്ടായ വണ്ടി തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. പിന്നെ കളറ് കാര്യങ്ങൾ അത് നിങ്ങൾ യാർഡിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ ഒന്നും കൂടെ ഡെലിവറി സമയത്തും ചെക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം, സെക്കൻഡ് ഹാൻഡ് വണ്ടി പോലെ തന്നെ ഫ്രഷ് വണ്ടി എടുക്കുന്നവർ ഒരുപാട് ചതിയിൽ പെടുന്നുണ്ട്. അതായത് റീപെയിൻറ്റ് ചെയ്ത്, ഇപ്പോൾ എന്നെ ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. റീപെയിൻറ്റ് ചെയ്ത വണ്ടിയാണ് അവർക്ക് ലഭിച്ചത്. അതായത് ഡെലിവറി സമയത്ത് അവർക്ക് വണ്ടി വാഷ് ചെയ്തിട്ടല്ല കൊടുത്തത്. ഫാമിലി ആയിട്ട് പോന്ന് വണ്ടി കാണുന്നു, അവർ പിന്നെ വാഷ് ചെയ്യാണ്ട് ഉള്ള, അപ്പോൾ പറഞ്ഞ ടൈം ഉണ്ടായിരുന്നില്ല. അവർ ഡീലർ, സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ഡെലിവറി എടുത്ത്, അയാൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ വീട്ടിൽ വണ്ടി എത്തിയതിന് ശേഷം
നോക്കുമ്പം ഈ വണ്ടി വാഷ് ചെയ്ത് നോക്കുമ്പം പിന്നെ ഉണ്ട് കാണുന്ന ഡോറിൻ്റെ സൈഡിലായിട്ട് റീപെയിൻറ്റ് ചെയ്തതുപോലെ അയാൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു. പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അയാൾ ഈ ഡീലറെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞ് ചെയ്ത് തരാം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ തമ്മിൽ വാക്കായി. അവർ പറയുന്നു വേറെ വണ്ടിയുടെ ചെയ്തു തരാം. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആൾ വന്നിട്ട് മാനേജർ അങ്ങനെയുള്ള ആൾ വന്നിട്ട് പറയുന്നു പിന്നെ ഇത് പെയിൻ്റ് ഒന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ അയാൾ കൺസ്യൂമർ കോർട്ടിൽ പോയി, അങ്ങനെ കേസായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലർക്കും അവരുടെ അധ്വാനത്തിൻ്റെ കുറേ വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവരൊരു ഡ്രീം കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് ചതിയിൽ പെടാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും പറയുന്ന അല്ലെ ഒരാൾ ഉപയോഗിക്കുന്ന പോലെ വണ്ടി കണ്ടിട്ട് അതെടുക്കാൻ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം അവരുടെ താല്പര്യം അവരുടെ യൂസേജിനനുസരിച്ചിട്ടുള്ള വാഹനമായിരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലായിരിക്കും അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അല്ലെ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ചുരുങ്ങിയ ഓട്ടോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വണ്ടി പോയിട്ട് എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നല്ല ഓട്ടോ ഉണ്ട് ഡെയിലി, നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടിയാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കത് നല്ലൊരു ലാഭമാവും. ഡെയിലി ഓടിയിട്ട് നിങ്ങൾക്കത് മുതലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു വാഹനം എന്ന് നിങ്ങൾ മൈൻഡിൽ വരുമ്പം തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യാം. പലരും അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ചുരുക്കം ചില ആൾക്കാർക്ക് അങ്ങനെ ആരെങ്കിലും ഒരു വണ്ടി വീഡിയോയിൽ കണ്ടിട്ടോ അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കും ആൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഐഡിയ ഉണ്ടായിരിക്കുക ആദ്യം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം, നമ്മളെ പോലുള്ള ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതുപോലെ വാഹനമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ജെന്യൂൻ ആയിട്ടുള്ള യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ഓൾമോസ്റ്റ് വാഹനങ്ങളുടെയൊക്കെ യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.